മോഹൻ ഇപ്പൊ എവിടെയാ? എവിടെയാണെന്ന് അറിയില്ല. ഇടയ്ക്ക് വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ തിരക്കും. അപ്പൊ മാളു മോഹന്റെ കൂടെ ഉണ്ടോ? അറിയില്ല, അത് ചോദിക്കാൻ പറ്റിയില്ല. മോഹനെ മാത്രം കാണാതായെന്ന് അറിഞ്ഞാൽ ആവണി എന്തായാലും പരീക്ഷ എഴുതാൻ പോകും. അതവനറിയാം. അതുകൊണ്ട് അവൻ മാളുവിനെ ഒളിപ്പിച്ച് വെച്ചത് തന്നെയാ. ഇനി മോഹനം വിളിക്കുമ്പോ ഞാൻ പറഞ്ഞു തരുന്ന പോലെ പറയണം കേട്ടോ? കേട്ടോന്ന്? കേട്ടു. കുട്ടിക്കാലം മുതലേ ഒരുമിച്ച് കളിച്ചു തുടർന്നവരാണ് മാഡം ഞാനും ആവണിയും. അതൊക്കെ ശരി തന്നെ. പക്ഷെ മോഹൻ തന്നെ ഒരു വില്ലനായിട്ടാണ് കാണുന്നത്. തന്റെ മനസ്സിലെ കാര്യം അറിയാൻ ചോദിച്ചതേ ഉള്ളൂ. മോളി, ഇനി ഒരു പക്ഷെ മോഹൻ മാളുവിനെ പിടിച്ചു വെച്ചിട്ടില്ലെങ്കിലോ? നമ്മൾ അല്ലാതെ തന്നെ അന്വേഷിക്കുന്നുണ്ട്. നൈറ്റ് പെട്രോളിംഗ് ടീമിന്റെ അടുത്ത് നമ്മൾ ഫോട്ടോസും കൊടുത്തിട്ടുണ്ട്. മോഹൻ തന്നെ ആയിരിക്കും ഇതും ചെയ്തിരിക്കുന്നത്. അയാളത് ചെയ്യും മാഡം, അയാളത് ചെയ്യും. പറഞ്ഞു തന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. കോൾ എടുക്ക്, സ്പീക്കറിൽ. ഹലോ ഹലോ. എന്താ അവിടുത്തെ അവസ്ഥ? ഇവിടെ കുഴപ്പമൊന്നുമില്ല ഏട്ടാ. ഏട്ടത്തി എക്സാം എഴുതാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. ഇനി ഏട്ടൻ വന്നാലും എക്സാം എഴുതില്ല എന്നാ പറഞ്ഞത്. ഞാൻ തോറ്റു പോവില്ല. അവൾക്ക് ഞാൻ ആരാണെന്ന് ശരിക്കും മനസ്സിലാക്കി ഞാൻ കൊടുക്കുന്നുണ്ട് അവൾക്ക്. ഏട്ടൻ തിരികെ വാ. ഇവിടെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അമ്മ ഏട്ടനെ കാണാതെ വയ്യാണ്ടിരിക്കുക. അല്ല, ഇപ്പൊ ഞാൻ വന്ന അവളുടെ മൈൻഡ് മാറോ? ഇല്ല, ഏട്ടത്തി കരഞ്ഞോണ്ട് അമ്മയ്ക്ക് വാക്ക് കൊടുത്തു ഇനി ജോലിക്കൊന്നും പോകുന്നില്ലാന്ന്. അതൊന്നും കാണാൻ പറ്റിയില്ലല്ലോ. എന്തായാലും ഞാൻ വരാം. എല്ലാവർക്കും വിശ്വാസമായില്ലേ അവരുടെ എക്സാം മുടക്കാനായിട്ട് മോഹൻ ഏതറ്റം വരെയും പോകുമെന്ന്? ഒരു ക്രിമിനൽ മൈൻഡാണ് അവന്. എന്റെ മോളെവിടെ? എനിക്കറിയില്ല. എന്റെ മോളെവിടെ പറയാൻ? എനിക്കറിയില്ല. വെറുതെ കളിക്കരുത്. എന്റെ കുഞ്ഞെവിടെയെന്ന് പറയാൻ. എനിക്കറിയില്ല. നീ എന്തൊക്കെയാ പറയണേ? നീ വീട് എനിക്ക് കൊച്ചെവിടെ? അമ്മ എനിക്കറിയില്ല. പരീക്ഷ എഴുതിക്കില്ല എന്ന് താൻ പറഞ്ഞപ്പോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്കറിയില്ല. എനിക്ക് പരാതിയുണ്ട് മാഡം. ഇയാൾ എന്റെ മോളെ ഒളിപ്പിച്ചിരിക്കുന്നത്. നാളത്തെ എന്റെ പരീക്ഷ എഴുത്ത് മുടക്കാൻ വേണ്ടി ഇയാൾ മനഃപൂർവ്വം ചെയ്യുന്നതൊക്കെ. പറയടോ, എന്റെ മോളെവിടെ? എനിക്കറിയില്ല. മാളൂന് എന്താ പറ്റിയേ? ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ